തൃശ്ശൂരിലേക്ക് പോകാം. നമുക്ക് അവിടെ അടങ്ങിയിട്ടില്ല കാര്യങ്ങൾ, അടങ്ങിയിട്ടില്ല. ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇറങ്ങാം. പൂരം കഴിഞ്ഞതേ ഉള്ളൂ, മറ്റൊരു പൂരം കൊട്ടിക്കയറുന്നു. ഇനി 4 മണിക്കൂർ അല്ലേ? അതെ, 4 മണിക്കൂറേ ഉള്ളൂ. 4 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് മുന്നണികൾ, ആവേശത്തിലാണ് പ്രവർത്തകർ. MS ലിഷോയുണ്ട് തൃശ്ശൂരിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നമുക്കറിയാം 3 കൂട്ടരും വിജയം അവകാശപ്പെടുകയാണ്. ലിഷോയെ, അവസാനത്തെ മണിക്കൂറുകളിൽ എങ്ങനെ കാര്യങ്ങൾ? ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവസാനവട്ട വോട്ട് തേടലിനായി ഇറങ്ങിയിരുന്നു. 3 പേരുടെയും രാവിലത്തെ പരസ്യ പ്രചരണം അവസാനിച്ചു. ഇനി കൊട്ടിക്കലാശത്തിനായുള്ള കാത്തിരിപ്പാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൂരാവേശം അടങ്ങിയതേ ഉള്ളൂ. അതിന് തൊട്ട് പുറകെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നു. അത് പിന്നീട് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വന്നു. ആ രാഷ്ട്രീയ ചർച്ചകൾ രാഷ്ട്രീയ പോരിലേക്ക് എത്തി. അങ്ങനെ പൂരം തന്നെ ഒരു വോട്ട് നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി തൃശ്ശൂരിൽ മാറിയിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 LDFിൻ്റെ കയ്യിലാണ്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ 7 LDFിൻ്റെ കയ്യിലിരിക്കെയാണ് TN പ്രതാപൻ 93,000 വോട്ടിന് തൃശ്ശൂരിൽ ജയിച്ച് കയറിയത്. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 7 മണ്ഡലങ്ങളും LDFിൻ്റെ കയ്യിൽ തന്നെ എത്തി. പക്ഷേ അപ്പോഴും ഇനിയിപ്പോൾ അടുത്തത് വരുന്ന ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി LDFിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലിരിക്കെയാണ് അന്ന് TN പ്രതാപൻ എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് നേടിക്കൊണ്ട് ലോക്സഭയിലേക്ക് നടന്നു കയറിയത്. ഇത്തവണ TNന് പകരം മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതിനോടൊപ്പം തന്നെ BJP നിർണായക ശക്തിയായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. അതായത് 11% വോട്ടുണ്ടായിരുന്നിടത്ത് നിന്ന് സുരേഷ് ഗോപി എത്തിയതോടുകൂടി 29%-നടുത്തേക്ക് വോട്ട് ഷെയർ വന്നിരിക്കുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒറ്റ തെരഞ്ഞെടുപ്പിന് ഇടവേളകളിൽ മാത്രം ഇത്രയേറെ വോട്ട് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പാർട്ടിയും തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും മുകളിലത്തെ അറ്റത്തിൽ അതിന്റെ സാച്ചുറേഷനിൽ എത്തിയോ എന്ന സംശയം ന്യായമായും BJPയെ സംബന്ധിച്ചുണ്ട്. നമുക്ക് ശ്രീധരൻ കൂടി ഉണ്ട് തൃശ്ശൂരിൽ. ശ്രീധരൻ നേരത്തെ സ്ഥാനാർത്ഥിമാരുടെ ഒപ്പം സഞ്ചരിക്കുന്നത് കണ്ടിരുന്നു. അവസാന മണിക്കൂറുകളിലെ ആവേശം എങ്ങനെ? അഭിലാഷെ, ആവേശം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 3 സ്ഥാനാർത്ഥികളും ഇനി എത്താതിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് രാവിലെ VS സുനിൽകുമാറിന്റെ ഈ പ്രചാരണം എടുക്കാൻ പോയിരുന്നു. അതായത് തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും അറ്റത്ത് വടക്കേക്കാട് പ്രദേശത്തായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രചാരണം ഉണ്ടായത്. ഏതായാലും വലിയ ആവേശം ആ പ്രചാരണത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞു. തൃശ്ശൂരിന്റെ സുനിലേട്ടൻ ജയിക്കട്ടെ എന്നുള്ള ഒരു പ്രചാരണമാണ് അവരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ മുദ്രാവാക്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ഏതായാലും ഒരു അപ്രവചനീയത തൃശ്ശൂരിന്റെ ഫലത്തിൽ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് കട്ടയ്ക്ക് കട്ട, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കട്ട തന്നെയാണ് മത്സരം. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ ഈ തൃശ്ശൂരങ്ങാടിയിൽ പോകുന്ന ആർക്കെങ്കിലും മൈക്ക് വെച്ചാൽ അവർ പറയും ഇപ്പൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം തൃശ്ശൂർ പൂരമായിരിക്കും. പൂരത്തിനിടയിലെ അവസാനത്തെ ആ ഒരു കൂട്ടപ്പൊരിച്ചിലായിരിക്കും, ആ വിവാദമായിരിക്കും. അത് ഏതായാലും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലങ്ങളിലെങ്കിലും, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി വരുന്ന മണ്ഡലങ്ങളിലെങ്കിലും തൃശ്ശൂർ പൂരം വിവാദം അത് കാര്യമായി തന്നെ അലയടിക്കാൻ സാധ്യതയുണ്ട്. അത് ആർക്ക് അനുകൂലമാകും, ആർക്ക് എതിരാകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. LDF ക്യാമ്പിന് അത് പൊതുവിൽ എതിരാകും എന്ന് പറയുമ്പോൾ പോലും VS സുനിൽകുമാർ എന്നുള്ള വ്യക്തി തൃശ്ശൂർ പൂരം വ്യക്തമായി നടത്തണം, അത് നിലനിൽക്കണം, അതിൻ്റെ തനതായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാലത്തും അതിനായി നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രചരണത്തെ LDF VS സുനിൽകുമാറിന്റെ ഇമേജ് വെച്ച് പ്രതിരോധിക്കുകയാണ്. സുരേഷ് ഗോപി ഈ വിഷയം, അതായത് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇടപെടലുമായി എത്തി എന്നുള്ള ഒരു പ്രചരണം കാര്യമായി തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും BJP നടത്തുന്നുണ്ട്. K മുരളീധരനും സമാനമായ രീതിയിൽ പോകുന്നു. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ, അവസാന കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ പൂരം എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFിന് മുന്നിൽ 93,000-ഓളം വോട്ടിൻ്റെ, ഏതാണ്ട് 1,00,000-അടുത്തുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മറികടക്കേണ്ടതുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മറികടക്കാനായി എന്നുള്ളൊരു ആത്മവിശ്വാസം ഏതായാലും LDF ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും BJP വോട്ടുകൾ തന്നെയായിരിക്കും നിർണായകമാവുക. BJP
ജയം ലക്ഷ്യം കാണുന്ന തീർച്ചയായും അഭിലാഷ് കെ പി ശ്രീധരൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. ഈ ഇലക്ഷനിലെ തൃശ്ശൂർ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന മണ്ഡലം അത് തൃശ്ശൂരാണ്. അവിടെ അനങ്ങുന്ന ഓരോ ഇലയനക്കവും സാഹൂതം പ്രേക്ഷകർ വീക്ഷിച്ചു. തീർച്ചയായും ഇപ്പൊ വടകരയുടെ കാര്യത്തിൽ വലിയ ആളുകൾക്ക് ഒരു ആകാംക്ഷയുണ്ട്, തൃശ്ശൂരിന്റെ കാര്യത്തിലുണ്ട്, ദേശീയ തലത്തിൽ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ആളുകൾ നോക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മുടെ ലിഷോയ് സുരേഷ് ഗോപിയുടെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിനകത്ത് ലിഷോയ് ചോദിക്കുന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടോ. അത് സുരേഷ് ഗോപി തന്നെയും ആ കാര്യം അംഗീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മുഴുവൻ ഫ്ലക്സുകളും തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നാണ്. അല്ല, ഇപ്പോ സ്വരാജ് റൗണ്ടിലെ പോസ്റ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. ഇത് പക്ഷേ അവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തും കാണാനുണ്ട്. ഇത്രയധികം മന്ത്രിമാർ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും വേറൊരു കാര്യമുണ്ട്, തൃശ്ശൂരിൽ ലിഷോയ് ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു ജാതി തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം. കട്ടയ്ക്ക് കട്ട, ഇഞ്ചോടിഞ്ചും. കുറിയിടം കൂടി നാടാണ് തൃശ്ശൂർ. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി കുറിയെടുത്താൽ ആർക്ക് കിട്ടും എന്നുള്ള ഓരോ നറുക്കിന് നിൽക്കുന്നതാണ്. ഇപ്രാവശ്യം കുറി ആർക്കടിക്കും എന്നുള്ളത് തൃശ്ശൂർക്കാർ നോക്കിക്കാം. എന്തായാലും നമുക്ക് ആ കുറി ആർക്കടിക്കും, ജനാധിപത്യത്തിന്റെ കുറി ആർക്കാണ് അടിക്കുക എന്നറിയാൻ എന്തായാലും 4-ാം തീയതി വരെ കാത്തിരിക്കണം. കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് സൂപ്പർ പോരാട്ടമാണ് തൃശ്ശൂരിലെങ്കിൽ. തിരുവനന്തപുരത്ത് ത്രികോണ പോരാട്ടമാണ്, പത്തനംതിട്ടയിൽ ത്രികോണ പോരാട്ടമാണ്, വടകരയിൽ ഗ്ലാമർ രാഷ്ട്രീയ പോരാട്ടമാണ്. അങ്ങനെ ആകാംക്ഷകൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിൽ ജനത്തിനൊരു കൺഫ്യൂഷൻ കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെ തള്ളും ആരെ കൊള്ളും. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എന്താ വിശ്വപൗരൻ വീണ്ടും 4-ാം തവണ ഇറങ്ങുന്ന, 3 തവണ. അതിനുശേഷം അടുത്തത് ഓപ്ഷൻ തിരുവനന്തപുരത്ത് സുപരിചിതനല്ല എങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി ആ ഒരു ഇമേജുമായിട്ടാണ് വരുന്നത്. പിന്നീട് ജനകീയ മുഖമായ എപ്പോ വേണമെങ്കിലും സമീപിക്കാതെ. അങ്ങനെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ എല്ലാ കൺഫ്യൂഷനും തീർത്ത് ജനം വോട്ട് ചെയ്യാൻ പോകുന്ന സമയം സമാഗതമാവുകയാണ്. പാർട്ടികളുടെ, മുന്നണികളുടെ പ്രവർത്തകർ അവരുടെ അവസാനവട്ട ആഘോഷ തിമിർപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസത്തെ അധ്വാനം, ആ അധ്വാനം ഫലം നേടിത്തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ ബാൻഡുകളുമായി, ചെണ്ടകളുമായി ആവേശത്തോടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കൊട്ടിക്കയറും താളം ഇനി ഉണ്ടാകും നമ്മുടെ തെരുവുകളിൽ. അങ്ങനെ ജനാധിപത്യത്തിന്റെ 5 കൊല്ലം കൂടുമ്പോൾ വരുന്ന ഈ മഹാ ഉത്സവത്തെ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനം. കൊട്ടിക്കലാശം ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം. തീർച്ചയായും അഭിലാഷ്, നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ കാണുമ്പോൾ അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ 40 ദിവസം ആ ചൂടിൽ കരിവാളിച്ചിരിക്കുകയാണ് പലരുടെയും മുഖം. കാരണം അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, സ്ഥാനാർത്ഥി ഞാൻ പുനലൂരിലേക്ക് ചെല്ലുമ്പോൾ മുകേഷൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു എന്താ പറയുക, അപ്പോൾ കരിവാളിച്ച് മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ കരിവാളിച്ച്, എന്നിട്ട് കൂടി വിയർത്തൊലിച്ച് അങ്ങനെ മണ്ഡലത്തിലൂടെ ചൂട്. അന്ന് പോകുമ്പോൾ പുനലൂർ കൊടുക്കണം 41 ഡിഗ്രി ചൂടാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ അവസ്ഥയാണ് 40 ദിവസം തിരുമ്പോൾ ഒരു ആശ്വാസം കൂടി. സ്ഥാനാർത്ഥികൾ ഇപ്പൊ മാധ്യമപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ റിപ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർക്ക് ഇപ്പോൾ സ്ഥിരീകരണം അല്ലെങ്കിൽ ഓരോ മേഖലയിൽ അനുസരിച്ച് പ്രവർത്തകർക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ്. നേതാക്കളും അതേപോലെ ഓടുകയാണ്, കേരളം മുഴുവൻ ഓടുകയാണ്. ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസം കാണും കേട്ടോ. ദിവസം 40 പോയതോടുകൂടി ഈ ചെറു പാർട്ടികളെ സംബന്ധിച്ച് നോക്കുള്ള കാശ് ഓരോ ദിവസം ചോരുകയല്ലേ. ഇതിപ്പോ നമ്മൾ പറയാം, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ എനിക്കൊന്ന് ഈ ചൂട് അവിടെയൊക്കെയും കൂടി വരികയാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ അതെ, എത്ര നാള് ഇപ്പോ അത് സമ്പത്ത് എന്ന് വെച്ചാൽ പണം ചെലവഴിക്കുന്നതിന്റെ കാര്യത്തിൽ, ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നതിന്റെ കാര്യത്തിൽ. പക്ഷെ അവിടെയൊന്നും ഇത്ര നമ്മുടെ നാട്ടിലെ പോലെ ഈ ഇറങ്ങി എല്ലായിടത്തും ഓരോ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പോകുക എന്ന് പറയുന്ന രീതിയില്ലാന്ന് തോന്നുന്നു. വാഹന പ്രചരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ റാലികൾ സംഘടിപ്പിക്കുക, ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടാവും. തീർച്ചയായും അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ബംഗാളിലെ മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലയിടത്തും താപനില 50 ഡിഗ്രിയോട് അടുക്കുന്ന ഘട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ പക്ഷെ അവിടെ ഹ്യൂമിഡിറ്റി കുറവാണെന്നുള്ള എല്ലാ ആശ്വാസമുണ്ട്. പക്ഷെ ഉഷ്ണിച്ചിട്ട് അതും നിൽക്കാം.